ഫെൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് മാർവൽ ഫേസ് 6 ഒരു കിടിലൻ സ്റ്റാർട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നതെല്ലാം വലിയ വലിയ സിനിമകളാണ്. പക്ഷേ ഈ ഒരു സിനിമ ഇതൊരു നൈസ് സിനിമയാണെന്നുള്ളതാണ്. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. അല്ലാണ്ട് നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന വലിയ ട്വിസ്റ്റ് കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല. നമ്മൾ അറിഞ്ഞിട്ടുള്ളത്, നമ്മൾ കേട്ട റൂമറുകൾ ഒക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. പക്ഷേ നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് ഇവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സിനിമ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഫാന്റാസ്റ്റിക് ഫോർ ഈ ഒരു വേൾഡിലുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. 4 വർഷമായി ഇവർക്ക് പവറെല്ലാം കിട്ടിയിട്ട് എന്നൊക്കെയാണ് പറഞ്ഞാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ യൂഷ്വലി കാണുന്ന എർത്ത് 616 അല്ല ഈ സിനിമയിൽ കാണുന്നത്. എർത്ത് 828 എന്ന് പറയുന്ന ഒരു ഡിഫറൻറ്റ് വേൾഡാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പം ഓൾറെഡി ഇവിടെ ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ട്. 1960s ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് കാണിക്കുന്നു. നമ്മളുടെ അവഞ്ചേഴ്സ് ഒക്കെ എങ്ങനെ നടക്കുന്നു അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, അതിലും ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് ഈവൻ ഈ ഒരു സിനിമയിൽ ടെലിപ്പോർട്ടേഷൻ കാണിക്കുന്നുണ്ട്, ഹൈപ്പർ സ്പേസ് ജമ്പിങ് കാണിക്കുന്നുണ്ട്. അതെല്ലാം ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. പക്ഷേ മൾട്ടിവേഴ്സ് ഈ സിനിമയിൽ കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. മൾട്ടിവേഴ്സ് എവിടെയും കാണിച്ചിട്ടില്ല. അപ്പം എങ്ങനെ ഇനി ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അറിയണം. അപ്പം എന്താണ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗലാക്ടസ് ഈ ഒരു എർത്തിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യുന്നത്. അതായത് ഒരു വലിയ കോസ്മിക് ബീങ് ആണ് ഗലാക്ടസ് എന്ന് പറയുന്നത്. ഗലാക്ടസ് ഈ പറയുന്ന വലിയ പ്ലാനറ്റ്സ് ഒക്കെയാണ് കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഗലാക്ടസ് നേരിട്ട് പോയിട്ട് ഒരു പ്ലാനറ്റും മാർക്ക് ചെയ്യില്ല. അതിന് ഗലാക്ടസിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിൽവർ സർഫറാണ് പോകുന്നത്. നമ്മൾ 2007 സിനിമയിൽ ഈ പറയുന്ന സിൽവർ സർഫറിനെ കണ്ടിട്ടുണ്ട്. അപ്പം അതിലൊരു മെയിൽ വേർഷനാണ് അത്. നോറിൻ ലാഡ് എന്ന് പറയുന്ന ഒറിജിനൽ സിൽവർ സർഫറാണ്. പക്ഷേ ഇവിടെ ഒരു ഫീമെയിൽ വെർഷൻ ഷല്ലാബാൽ എന്ന് പറയുന്ന, കോമിക്കിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോറിൻ ലാഡിൻ്റെ ലവ് ഇൻട്രസ്റ്റ് ആണ് ഷല്ലാബാൽ. ആ ഒരു ക്യാരക്ടറിനെയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന സിൽവർ സർഫർ വരുന്നു, എർത്ത് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഈ സിനിമയിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഒരു ഗോഡ് ലെവൽ കോസ്മിക് ബീങ്ങിനെ ഫാന്റാസ്റ്റിക് ഫോർ ഡിഫെൻഡ് ചെയ്യും, അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അത് അറിയാനായിട്ട് നമുക്ക് സിനിമയിൽ ത്രൂ ഔട്ട് ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്, ഇവരെങ്ങനെ ഡിഫെൻഡ് ചെയ്യും. ഇവൻ അവഞ്ചേഴ്സ് വന്നാൽ പോലും അവഞ്ചേഴ്സിന് ഈ പറയുന്ന ഗലാക്ടസിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നും. അത്രയും ഒരു ഓവർ പവേർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ഫാന്റാസ്റ്റിക് ഫോറും ഇല്ലാത്തൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഫ്രാങ്ക്ലിൻ റിച്ചാർഡാണ്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്യൂ സ്ട്രോമിൻ്റെയും റീഡ് റിച്ചാർഡിൻ്റെയും ചൈൽഡാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ മാർവൽ കോമിക്കിലെ ദി മോസ്റ്റ് പവർഫുൾ ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രാങ്ക്ലിന് ഇല്ലാത്ത പവറുകളില്ല. നിങ്ങൾ എന്ത് പവർ വേണമെങ്കിലും പറ, ആ പവർ എല്ലാം ഫ്രാങ്ക്ലിനുണ്ട്. അത്രയും ഒരു ഓവർ പവേർഡ് ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ ഈ സിനിമയിലുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അഡീഷൻ. അത് ഈ ഒരു ഇനി വരാൻ പോകുന്ന സിനിമകളിൽ ചിലപ്പം ഫ്രാങ്ക്ലിൻ്റെ ഒരു ടീനേജ് വേർഷൻ കാണും എന്നുള്ളതിനൊരു ക്ലൂ ആണ് ഈ സിനിമയിൽ ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ആ ഒരു സാധനങ്ങൾ പറഞ്ഞു പോകുന്നത്, എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു, ഗലാക്ടസിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അതൊരു ഭയങ്കര സംഭവമായിട്ടൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം സിനിമയിൽ 2 ക്രെഡിറ്റ് സീനുകളാണുള്ളത്. അതിൽ മിഡ് ക്രെഡിറ്റ് സീൻ ഈ പറയുന്ന നമ്മൾ കാണാൻ ആഗ്രഹിച്ച ചില സാധനങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഡോക്ടർ ഡൂമിനെ കാണാനായിട്ട് പോകുന്നവർക്ക് ചില സാധനങ്ങളൊക്കെ കിട്ടും. ഞാൻ പറയുന്നില്ല ഡോക്ടർ ഡൂമിനെ കാണാൻ പറ്റും എന്നുള്ളതൊന്നും, പക്ഷേ ഒരു സാധനം കിട്ടും. ഇനി നമ്മുടെ ഡൂംസ്ഡേയിൽ എന്തായിരിക്കും കാണാൻ പോകുന്നത് എന്നറിയാനായിട്ടൊക്കെ ഒരു ബൂസ്റ്റിംഗ് പവർ ഈ ഒരു സിനിമയിൽ കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഒരു എൻഡ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, അത് നൈസാണ്. പിന്നെ എനിക്ക് ഈ ഒരു സിനിമയിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഇതിനകത്തൊരു ഹൈപ്പർ സ്പേസ് ജമ്പിങ്ങിൻ്റെ ഒരു സീനുണ്ട്. അത് നൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ വാർസിലൊക്കെ കണ്ട പോലത്തെ ഒരു കിടിലൻ സാധനം. പിന്നെ ഈ പറയുന്ന ഡോക്കിംഗ് സീനൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ ലെവൽ, അങ്ങനെ എല്ലാം ഒരു നൈസ് ലെവലിലാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി മൾട്ടിവേഴ്സ് എങ്ങനെ ഈ ഒരു സിനിമയിൽ വരുന്നു അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിൽ ഉണ്ടാകുന്നു എന്നുള്ളതിനാണ് ഒരു കൺഫ്യൂഷൻ എനിക്ക് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഈ ഒരു യൂണിവേഴ്സിൽ എവിടെയും നമ്മുടെ അടുത്ത് ഈ സിനിമയിൽ ത്രൂ ഔട്ട് എവിടെയും നമ്മൾ വിക്ടർ വാൻ ഡൂം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ പേര് കേൾക്കുന്നില്ല. ഈ ഒരു യൂണിവേഴ്സിൽ ആ ഒരു ക്യാരക്ടർ ഇല്ലേ? ഇനി അത് മൾട്ടിവേഴ്സ് ക്യാരക്ടറാണോ, എന്താണ് ഇനി ഡൂംസ്ഡേ നടക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി സ്റ്റില്ലുണ്ട്. അത് നമുക്കൊരു അൺസോൾഡ് മിസ്റ്ററി ആയിട്ട് ഇപ്പോഴും കിടക്കുകയാണ്. എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ തണ്ടർ ബോൾസിൽ നമ്മൾ കണ്ട ആ ഒരു സ്പേസ് ഷിപ്പിൽ ഫാന്റാസ്റ്റിക് ഫോർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ട് ആ ഒരു സാധനത്തിലായിരിക്കും ഇനി അങ്ങോട്ട് ഡൂംസ്ഡേയിലേക്ക് ലീഡ് ചെയ്യുന്നത്. അവഞ്ചേഴ്സിനെ ഇനി ലീഡ് ചെയ്യാൻ പോകുന്നത് പറയുന്ന റീഡ് റിച്ചാർഡ്സ് ആയിരിക്കും. അടുത്ത ഒരു ലീഡർ, ക്യാപ്റ്റൻ അമേരിക്ക പോലെ ഒരു ലീഡർ പൊസിഷനാണ് റീഡ് റിച്ചാർഡ്സിന്. ഒരു സെക്കൻഡ് മാൻ എന്നുള്ള രീതിയിൽ തോറുമായിരിക്കും വരുന്നതെന്നാണ് റൂമേഴ്സുകളെല്ലാം ഉള്ളത്. അപ്പം അങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് സ്റ്റോറി പോകുന്നത്. ഈ ഒരു സിനിമ എന്തായാലും നിങ്ങൾ കാണുക. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഡൂംസ്ഡേ കാണണം എന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണുക. ഒരു നല്ല തുടക്കമാണ്.
ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നും കാണണ്ട, വേറെ ഒരു മാർവൽ സിനിമയോ സീരീസോ കണ്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു ഫ്രഷ് ഫീലോടുകൂടി കാണാം. നമ്മൾ എല്ലാ സിനിമകളും കാണണം, അല്ലെങ്കിൽ പറയുന്ന ഫാന്റാസ്റ്റിക് ഫോർ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാവരും അറിയാം. ഒരു പുതുമയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം ഒരു ഫ്രഷ് ഫീലോടുകൂടി കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക എന്നുള്ളത്. അവതാർ ഫയർ ആൻഡ് ആഷിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടില്ല, ട്രെയിലർ തിയേറ്ററിൽ ഇട്ടില്ല. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രെയിലർ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇട്ടില്ല, കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്നുള്ളത്.